പിഞ്ചു കുഞ്ഞിനോടുള്ള കണ്ണില്ലാത്ത ക്രൂരതയ്ക്ക് ഒടുവിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. ഇടുക്കി കുമളിയിൽ 4.5 വയസ്സുകാരനെ പട്ടിണിക്കിട്ടും മർദ്ദിച്ചും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പിതാവും രണ്ടാനമ്മയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കോടതി പിതാവ് ഷെരീഫിന് 7 വർഷവും രണ്ടാനമ്മ അനീഷയ്ക്ക് 10 വർഷവും തടവ് ശിക്ഷ വിധിച്ചു. കുട്ടിയുടെ ബുദ്ധിവികാസത്തെ അടക്കം ബാധിച്ച ക്രൂര കൃത്യം നടന്ന് 11 വർഷങ്ങൾക്ക് ശേഷമാണ് തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഷഫീഖിന്റെ അച്ഛനും രണ്ടാനമ്മയും ആദ്യം കുറ്റം സമ്മതിച്ചിരുന്നില്ല. കേസിൽ ദൃക്സാക്ഷികളില്ലായിരുന്നുവെന്നത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായിരുന്നു. ക്രൂരമർദ്ദനമേറ്റ കുട്ടി കരയുന്ന ശബ്ദം നാട്ടുകാർ കേട്ടിരുന്നു. 4.5 വയസ്സുകാരൻ വീണു പരിക്കേറ്റുവെന്നാണ് അച്ഛനും രണ്ടാനമ്മയും പറഞ്ഞിരുന്നത്. പിന്നീടുള്ള നിരന്തരമായ ചോദ്യം ചെയ്യലിലാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. ആദ്യം നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ഇവർ വീണതെന്ന് തന്നെ കുട്ടി ഓടി വീണതാണ്, കളിച്ച് വീണതാണ്, സഹോദരങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ പറ്റിയതാണ്, അങ്ങനെ ഒരു ഡിഫൻസാണ് എടുത്തത്. ഈ ഡോക്ടറുടെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇഞ്ചുറീസ് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കോൺട്രഡിക്റ്റ് ചെയ്തെടുക്കുകയാണ്. ക്രമേണ ഇവർക്ക് ഈ കുറ്റം സമ്മതിക്കേണ്ടി വന്നതാണ്. ഇവർ സമ്മതിച്ചെങ്കിലും നമ്മൾ സാഹചര്യ തെളിവുകളും ആശുപത്രിയിലെ ഡോക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള എവിഡൻസുകളും ഇത് കണ്ട കുട്ടിയെ ദേഹോദരം ഏൽപ്പിക്കുന്ന കുട്ടി നിലവിളിക്കുന്ന കേട്ട ആളുകൾ അങ്ങനെ അയൽവാസികളൊക്കെ വളരെ കൃത്യമായി സാക്ഷിമൊഴി തന്നിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും സാഹചര്യ തെളിവുകൾ നമുക്ക് കൃത്യമായിട്ട് കോർത്തെടുക്കാൻ ഇതിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. 11 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി കോടതി പരമാവധി ശിക്ഷ വിധിച്ചത്. ഒന്നാം പ്രതി ഷെരീഫിന് 326 വകുപ്പ് പ്രകാരം 7 വർഷം കഠിന തടവ്, 50,000 രൂപ പിഴയും, പിഴയൊടുക്കിയില്ലെങ്കിൽ 1 വർഷം കൂടി തടവ് അനുഭവിക്കണം. ഇതുകൂടാതെ 323 വകുപ്പ് പ്രകാരം 1 വർഷം കഠിന തടവ്, JJ ആക്ട് പ്രകാരം 1 വർഷം കഠിന തടവ്. ഒന്നാം പ്രതിക്ക് ആകെ ലഭിച്ചത് 9 വർഷം കഠിന തടവാണ്. രണ്ടാം പ്രതി അനീഷ 307 വകുപ്പ് പ്രകാരം 10 വർഷം കഠിന തടവ് ശിക്ഷ അനുഭവിക്കണം. 2 ലക്ഷം രൂപ പിഴയൊടുക്കണം. പിഴയൊടുക്കിയില്ലെങ്കിൽ 2 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കണം. 324 വകുപ്പ് പ്രകാരം 3 വർഷം കഠിന തടവ്, 323 വകുപ്പ് പ്രകാരം 1 വർഷം കഠിന തടവ്, JJ ആക്ട് പ്രകാരം 1 വർഷം തടവ്. രണ്ടാം പ്രതിക്ക് ആകെ വിധിച്ചിരിക്കുന്നത് 15 വർഷം കഠിന തടവാണ്. റിപ്പോർട്ടർ ഇടുക്കി.